ആരാണ് ഈ ഡൊണാൾഡ് ട്രംപ്? ഇന്ത്യയുടെ മേൽ കുതിര കയറാൻ ട്രംപിന് അധികാരം കൊടുത്തത് ആരാണ്? എന്തുകൊണ്ടാണ് ദിനംപ്രതി നിങ്ങൾ ഇന്ത്യയെ ഇങ്ങനെ തുറന്ന് അപമാനിക്കുന്നത്? ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ കളികൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി ഇന്ത്യയുടെ കള്ളക്കളികളെ മോശമായി തുറന്നു കാണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അമേരിക്കയുടെയും ലോകത്തിന്റെയും മുഴുവൻ മുൻപിൽ 145 കോടി ഇന്ത്യക്കാരെ മുഴുവനായി അപമാനിച്ചിരിക്കുകയാണ് ട്രംപ്. 145 കോടി ജനങ്ങളുള്ള ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ ഇതുപോലെ ദിനംപ്രതി തുറന്ന് അപമാനിക്കാൻ ട്രംപിന് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇവിടെ ട്രംപ് അമേരിക്കൻ മാധ്യമങ്ങളുടെ മുൻപിൽ പറയുകയാണ്, ഇന്ത്യയെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തു, തുറന്നു കാണിച്ചു എന്ന്. അതോടെ ഇന്ത്യ അമേരിക്കയുടെയും ട്രംപിന്റെയും മുന്നിൽ മുട്ടുമടക്കി എന്ന് ട്രംപ് പറയുന്നത് കേട്ടുകൊള്ളൂ. India charges us massive tariffs, massive. You can't even sell anything into India. It's almost restrictive. It is restrictive. You know, we do very little business inside. They've agreed, by the way, they want to cut their tariffs way down now because somebody's finally exposing them for what they've done. And same. ഇന്ത്യ അതിഭീമമായ താരിഫാണ് അമേരിക്കയുടെ മേൽ ചുമത്തുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ സാധിക്കില്ല. ഇത് വളരെ അനിയന്ത്രിതമാണ്. നമ്മൾ വളരെ കുറച്ച് കച്ചവടം മാത്രമാണ് ഇന്ത്യക്കുള്ളിൽ നടത്തുന്നത്. ഇന്ത്യ സമ്മതിച്ചിരിക്കുകയാണ് താരിഫ് കുത്തനെ കുറയ്ക്കാമെന്ന്. കാരണം അവസാനം അവരുടെ തനി നിറം ഞാൻ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യ താരിഫ് കുത്തനെ കുറയ്ക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ്? നിങ്ങളല്ല ഹേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിങ്ങൾ ഇന്ത്യയുടെ ആരുമല്ല. നിങ്ങൾ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് ആണ്. ഇന്ത്യയെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഇന്ത്യ താരിഫ് കുറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്, അല്ലാതെ നിങ്ങളല്ല. ഇന്ത്യ താരിഫ് കുറച്ചു എങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യയാണ്, അല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇങ്ങനെ കൈകടത്താൻ നിങ്ങൾക്ക് ആരും അവകാശം തന്നിട്ടില്ല. 145 കോടി ഇന്ത്യക്കാരുടെ മാനം എടുത്ത് തട്ടിക്കളിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് എന്താണ് അധികാരം? നിങ്ങളുടെ ഈ ആട്ടും തുപ്പും കേട്ട് മിണ്ടാതെ കയ്യും കെട്ടിയിരിക്കാൻ ഇന്ത്യ നിങ്ങളുടെ അധീനതയിൽ അല്ല. ഇന്ത്യയുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കാൻ ഇന്ത്യ നിങ്ങളുടെ 51ാമത്തെ സംസ്ഥാനമല്ല. ദിനംപ്രതി ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ ഇങ്ങനെ അപമാനിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല. ആത്മാഭിമാനം ഉള്ള ഇന്ത്യക്കാർ എന്നും ഇത് കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. വെള്ളക്കാരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കാൻ ഞങ്ങൾ ഷൂ നക്കുന്ന സംഘികൾ അല്ല. നിങ്ങൾ ഒരുപക്ഷെ ഷൂ നക്കുന്ന, വെള്ളക്കാർക്ക് മാപ്പ് എഴുതി നൽകുന്ന, വെള്ളക്കാരന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സംഘികളെ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഭൂരിഭാഗം ഇന്ത്യക്കാരും അങ്ങനെയുള്ളവർ അല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ തന്റെ ഇടത്തോടെ പടപൊരുതി സ്വാതന്ത്ര്യം നേടിയെടുത്തവരാണ് ഇന്ത്യക്കാർ. ദിനംപ്രതി ട്രംപിൽ നിന്ന് ഇന്ത്യ നേരിടുന്ന കടുത്ത അപമാനത്തിനെതിരെ ശബ്ദിക്കാൻ സവർക്കറുടെ പിൻഗാമികളായ സംഘികൾക്ക് നട്ടല്ലില്ല. അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ഇന്ത്യയിലെ ഗോദി മീഡിയകൾക്ക് ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നട്ടല്ലില്ല. ഗതികെട്ടിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോദി മീഡിയയായ ANI ഇതിനെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറായത്. അവർ പോലും ഇതിനെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തെങ്കിൽ എത്ര കടുത്ത പണിയാണ് ട്രംപ് തരുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളൂ. അവർക്ക് തന്നെ എഴുതേണ്ടി വന്നു, ട്രംപ് പറഞ്ഞു ഇന്ത്യ താരിഫ് കുത്തനെ കുറയ്ക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, കാരണം ഇന്ത്യയുടെ കള്ളക്കളി ട്രംപ് തുറന്നു കാണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന്. മോദിക്ക് വേണ്ടി പ്രൊപ്പഗാൻഡ സിനിമകളായ കാശ്മീർ ഫയൽസ്, വാക്സിൻ വാർ എന്നീ സിനിമകൾ നിർമ്മിച്ച വിവേക് അഗ്നിഹോത്രി പോലും ഇതിനെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ട്രംപ് എത്ര വലിയ കടുത്ത അപമാനമാണ് ഇന്ത്യക്ക് മേൽ ദിനംപ്രതി ചൊരിയുന്നത് എന്ന് ഊഹിക്കാമല്ലോ. അയാൾ എഴുതിയിരിക്കുന്നത്, ട്രംപും മസ്കും പിന്തുണയ്ക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇന്ത്യക്കെതിരെ സിസ്റ്റമാറ്റിക്കായ ആക്രമണമാണ് നടത്തുന്നത്. അമേരിക്കയുടെ മനസ്സിൽ ഇന്ത്യയെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയതും പരീക്ഷണങ്ങളുടെയും കാലഘട്ടമാണ് ഇപ്പോൾ ഇന്ത്യക്ക്. താമസിയാതെ അർബൻ നക്സൽസ് അമേരിക്കയുടെ ആക്രമണങ്ങളിൽ പങ്കുചേരും. ഒരു പുതിയ തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റിനെതിരെ ഇന്ത്യ ശ്രദ്ധാലുവായിരിക്കണം. ഇയാൾ വരെ ട്രംപും മസ്കും ചേർന്ന് ഒരു പുതിയ ഡീപ് സ്റ്റേറ്റ്
ഇന്ത്യക്കെതിരെ സംഘടിത ആക്രമണം നടത്തുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് ഓർത്തു നോക്കണം. ഇവിടെ MK വേണു എന്ന വളരെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് താരിഫ് കുത്തനെ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുകയാണ്. ഇന്ത്യയെ വളരെ മോശമായി തുറന്നു കാണിച്ചു എന്ന് ട്രംപ് പറയുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് ഒരു മറുപടി കൊടുക്കുക. ട്രംപ് ഇതുപോലെ ദിനം പ്രതി ഇന്ത്യയെ അപമാനിക്കുമ്പോഴും പ്രധാനമന്ത്രി മൃഗശാല സന്ദർശിച്ചും കല്യാണം കൂടിയും കൈയും പൊക്കിപ്പിടിച്ച് പുഷ്പവൃഷ്ടിയും വാങ്ങി മിണ്ടാതെ ഭയന്ന് നടക്കുകയാണ്. ട്രംപ് മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും ചൈനയ്ക്കെതിരെയും താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ അവർ ട്രംപിന് കനത്ത മറുപടിയാണ് നൽകിയത്. അമേരിക്കയ്ക്കെതിരെ തക്കതായ താരിഫ് ചുമത്തുമെന്നും നിങ്ങളുടെ ഭീഷണി ഇവിടെ വിലപ്പോകില്ല എന്നും പറയാൻ മെക്സിക്കോയും കാനഡയും വരെ തയ്യാറായപ്പോൾ ഇന്ത്യ കയ്യും കെട്ടിയിരുന്ന് വാങ്ങിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ നട്ടെല്ല് നിവർത്തി ഈ രാജ്യങ്ങൾ പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെയുള്ള താരിഫ് നടപ്പിലാക്കുന്നത് അടുത്ത 1 മാസത്തേക്ക് മാറ്റിവെക്കാൻ ട്രംപ് നിർബന്ധിതനായി. എന്നാൽ ഇന്ത്യക്കെതിരെ എന്തു പറഞ്ഞാലും ഇന്ത്യക്കാരെല്ലാം സംഘികളെ പോലെ സായിപ്പിന്റെ മുന്നിൽ നടുകുനിച്ച് ക്ഷമ പറഞ്ഞു നിൽക്കുമെന്ന് ട്രംപ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ താരിഫ് കുറയ്ക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടതും ഇന്ത്യയാണ്, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട നെറികെട്ട പത്രപ്രവർത്തക എന്ന് പറയാൻ പോലും കഴിയാത്ത മോദിയുടെ ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിക്കുന്ന ANIയുടെ മേധാവി സ്മിത പ്രകാശ് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് സ്ഥിതി എന്ന് പറയാതെ വയ്യ. എപ്പോഴും മോദിക്ക് വേണ്ടി ഹിന്ദു മുസ്ലിം മാത്രം കളിക്കുന്ന ഇവർ ഇപ്പോൾ ട്രംപിന്റെ ഇന്ത്യയോടുള്ള കടുത്ത അപമാനത്തിൽ മനംനൊന്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ദൈവമേ, ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ. ദയവായി ഇതൊന്ന് നിർത്തൂ സുഹൃത്തെ. എന്നാൽ മര്യാദയ്ക്ക് ഇത് നിർത്തിക്കൊള്ളണം എന്ന് പറയാൻ ഇവർക്ക് നട്ടല്ലില്ല. അവർ പറഞ്ഞിരിക്കുന്നത് അല്ലയോ പ്രിയപ്പെട്ടവനെ, ദയവായി ഇത് നിർത്തൂ എന്നാണ്. ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയുടെ ഇമേജ് ഇല്ലാതായിരിക്കുകയാണ്. ലോകത്തെല്ലാവർക്കും, ഇതുവരെ മനസ്സിലാകാത്ത എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മോദി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം സംഘികളുടെ അടവ് എന്ന് പറയുന്നത് ജനങ്ങളെ സത്യം അറിയിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിനാൽ ഇന്ത്യയിലെ ഗോദി മീഡിയകൾ ഒന്നും ഈ കാര്യങ്ങൾ ഒന്നും ജനങ്ങളെ അറിയിക്കുകയോ ഇതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയോ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഈ സത്യം അറിഞ്ഞാൽ വിശ്വഗുരു പൊള്ളയായിരുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇവർക്ക് ഇന്ത്യയിൽ നിൽക്കക്കള്ളി ഇല്ലാതാവും. അതിനാൽ ആരും അറിയാതെ രാജ്യത്തിന്റെ അഭിമാനം പണയം വയ്ക്കുകയാണ് ഈ സവർക്കറുടെ പിൻഗാമികൾ. എത്ര നാളാണ് ഇന്ത്യ ഈ കൊടിയ അപമാനവും സഹിച്ചുകൊണ്ട് കഴിയേണ്ടി വരിക? ഇന്ത്യയിലെ അന്തസ്സുള്ള അഭിമാനമുള്ള ജനങ്ങൾ എന്തു പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കൊടിയ അപമാനം സഹിക്കേണ്ടി വരുന്നത്? ട്രംപിനോട് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്: ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല. എല്ലാവരും സംഘികളെ പോലെ ഷൂ നക്കുന്നവരും മാപ്പ് എഴുതുന്നവരും അല്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ നന്ന്. അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളെയും ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെയും ട്രംപ് ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് കയ്യും കെട്ടി ഇളിച്ചുകൊണ്ട് നിൽക്കാതെ നട്ടെല്ല് നിവർത്തി ഇനഫ് ഈസ് ഇനഫ് എന്ന് ട്രംപിനോട് പറഞ്ഞ് നിങ്ങളുടെയും ഇന്ത്യയുടെയും ശക്തി കാണിച്ചു കൊടുക്കൂ.